സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ മീഡിയ. അപ്പം നമ്മൾ ഒരു പുതിയ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ സീരീസ് തുടങ്ങിയാണ് R4 ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഇതിലെന്ന് പറയുമ്പോൾ എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, പിന്നെ കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസ്, മൈൻക്രാഫ്റ്റ് അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ്, അതൊക്കെയാണ് ഇന്നത്തെ ഈ സീരീസിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ മൈൻക്രാഫ്റ്റിൽ എല്ലാവരും ചെയ്യുമ്പോൾ സിനിമാറ്റിക് ഷോട്ട്സ് എങ്ങനെ എടുക്കാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമാറ്റിക് ഷോട്ട്സ് അങ്ങനത്തെ കുറേ ഷോട്ട്സുകളൊക്കെ ഉണ്ട്. ഈ റീപ്ലേ മോഡ്, ഈ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ടൈം ലാപ്സ് ഒക്കെ എടുക്കുന്ന ഒരു സാധനമാണ് റീപ്ലേ മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ RR വൈറ്റിലായാലും നമ്മുടെ ജാവ ലെറ്റ്സ് പ്ലേയിൽ 3-4 എൻ്റെ വീടൊക്കെ പറഞ്ഞേക്കണം ഇത് വെച്ചാൽ. അപ്പം ആ ഒരു ഇത് എങ്ങനെ ചെയ്യാനാണ് നമ്മളിന്ന് നോക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം ഗൈസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മളത് ആ സിസ്റ്റത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റിപ്ലൈ ഇതാണ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് റീപ്ലേ മോഡിൻ്റെ ഇതാണ്. ഞാൻ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. നമ്മുടെ ഈ മെയിൻ പ്ലഗിൻ, അതായത് പ്ലഗിൻ്റെ പേര് തന്നെ റീപ്ലേ മോഡ് എന്നാണ്. അപ്പം റീപ്ലേ മോഡിൻ്റെ ഇത് വേണം. പിന്നെ ഫാബ്രിക് ലോഞ്ചറാണ്, അതായത് ഇത് ഫാബ്രിക്കിലാണ് വർക്കാവുന്നത്. അപ്പം അത് വേണം. ഞാൻ കാണിച്ചിട്ടുണ്ട്. റീപ്ലേ മോഡ് അതിൻ്റെ ലിങ്ക് കയറുക. നമുക്കിപ്പോൾ വേണ്ട ഏതാണോ അത്. ഞാനിപ്പോൾ എനിക്ക് വേണ്ടത് ലേറ്റസ്റ്റ് തന്നെയാണ്, 21.10 ആണ് എനിക്ക് വേണ്ടത്. ഞാനങ്ങനെ ഇത് ജാവ അത് യൂസ് ചെയ്തില്ല. അപ്പം 21.10 തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഫാബ്രിക് വേണം. ഫാബ്രിക് വിൻഡോസിനോടെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണത് യൂണിവേഴ്സൽ ജാറാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും ഇത് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഇതിൽ ഏറ്റവും മെയിൻ ഇതിപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മളിപ്പോൾ ഈ FFmpeg എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രീമിയർ പ്രോ അങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയറിലൊക്കെ FFmpegൻ്റെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ റീപ്ലേയിലൊരു ഡെഡിക്കേറ്റഡ് FFmpegൻ്റെ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് കൊടുക്കുക. സോഴ്സ് കോഡല്ല എൻ്റെ. ഓക്കെ, നമുക്കിതിൻ്റെ അകത്ത് ഇതിൽ ലിനക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ വിൻഡോസിൽ നിൽക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞെക്കുക. ഇപ്പം ഗ്യാൻ ആണെങ്കിൽ തന്നെ ഗ്യാൻ്റെ ആണ് എടുക്കണമെങ്കിൽ അതൊന്ന് ലോഡട്ടെ. ഗ്യാൻ എടുക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ താഴ്ത്തി സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റിലീസ് 7 zip റിലീസ് ഫുള്ളെന്ന് പറഞ്ഞാൽ ഇത് എടുക്കണം. 7 zip ഫുള്ള് എന്താണെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഇതിനൊക്കെ എടുക്കുക. ക്ലോസ്. പിന്നെ ഒപ്റ്റിഫൈ നമുക്കിതിന് ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഷെയ്ഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വേറൊരു രീതിയിലുള്ള സാധനമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫാബ്രിക് API ആണ്. ഇത് മസ്റ്റായിട്ട് വേണ്ടതാണ്. അത് നമുക്ക് ഇങ്ങനെ താഴോട്ട് പോവുക. ഇത് കർഫോജിൻ്റെ ആണ്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് ഇങ്ങനെ ആദ്യമേ മെയിൻ ഫയല് 21.8 കാണിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് 10 ആണ്. നിങ്ങളുടെ ഏതാണോ അതെടുക്കുക. ഇതിൽ 10 ഇതാണ്. അപ്പം ഞാൻ 10 സെലക്ട് ചെയ്തു. 10 ഡൗൺലോഡ്. 5 സെക്കൻഡ്. ഫാബ്രിക് API ഈ അൺവെരിഫൈഡിൻ്റെ ഇത് മാറ്റണം. ഫാബ്രിക് ഇൻസ്റ്റാളർ, അയ്യോ എല്ലാം ഉണ്ടല്ലോ. റീപ്ലേ മോഡ്, ഫാബ്രിക് ഇൻസ്റ്റാളർ. പിന്നെ അത് തന്നെ നമുക്ക് ഈ ഒപ്റ്റിഫൈൻ്റെ ഷെയ്ഡേഴ്സും അതെല്ലാം ഇടണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ട്. ടെക്സ്ചർ പാക്ക്, ഷെയ്ഡർ പാക്ക് അതൊക്കെ വേണമെങ്കിൽ ഈ ഒപ്റ്റി ഫാബ്രിക് എന്ന ഇതും കൂടെ എടുക്കുക. ഇത് ഈ വർഷം ഉണ്ടാകുന്ന എനിക്ക് ഡൗട്ടാണ്. 20.4 ഉള്ളൂ. 21 ഇല്ല ഒപ്റ്റി ഫാബ്രിക്. ഇതേത് വർഷം? 20.4. എല്ലാം 20 ഉള്ളൂ, 21 ഇല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഒപ്റ്റി ഫാബ്രിക് ഇടുന്നില്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോയി. സോ ഗൈസ്, അപ്പം നമ്മൾ ഇതെല്ലാം ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഫാബ്രിക് ഇൻസ്റ്റാളർ ഇൻസ്റ്റാൾ ചെയ്യുക.
അപ്പോൾ അതിപ്പോൾ ഇവിടെ റണ്ണായി വരും. ആഹാ, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫാബ്രിക് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇൻസ്റ്റാളർ എന്തെങ്കിലും എടുക്കാം. സംഭവം ഫാബ്രിക് ഇൻസ്റ്റാളർ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അത് ഒരു JR ഫയലിൽ മിസ്സിങ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു അതിൻ്റെ ഫാബ്രിക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ഫാബ്രിക് ഇൻസ്റ്റാളർ ആപ്ലിക്കേഷൻ തന്നെ എടുക്കാം. അത് ചില സമയം പണി തരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേണ്ട 21.10 വെർഷൻ മൈൻക്രാഫ്റ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ലോഡ്സ് ഇൻസ്റ്റാൾ ആവട്ടെ. അത് നമുക്ക് ഇതൊരു കാര്യം, നമുക്ക് ഇതങ്ങ് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്തിട്ടൊരു പണിയുണ്ട്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ക്ലോസ്. ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളിത് നേറുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫയൽ ഇടുക. F2 ഇത്രയും കളയുക. FFmpeg മാത്രം മതി. അങ്ങനെ ഒരു പേരടിച്ചിടുക. കാര്യം അങ്ങനെ ഷോർട്ടാക്കിയിടണം പേരെപ്പോഴും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫയൽ നേരെ കോപ്പി ചെയ്യുക. നേരെ സി ഡിസ്കിൽ പോവുക, ലോക്കൽ ഡിസ്ക് സി പോവുക. പ്രോഗ്രാം ഫയൽസ് X6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് കോപ്പി ചെയ്യുക. അതിൽ കയറിട്ട് X86ലേക്ക് പ്രോഗ്രാം ഫയൽ X86ലേക്ക് FFmpeg അങ്ങ് അപ്ലോഡ് ഇൻസ്റ്റാൾ ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ, അതിന് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തേക്കാം. സ്ഥിരം ചെയ്യണ പരിപാടിയല്ലേ, ഒരു റീഫ്രഷ് എടുത്തേക്കാം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമുക്ക് അതിന് മുമ്പ് ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പണിയാണ്. അത് നമുക്ക് നേരെ ബാക്കി 2 ഫയൽ എടുക്കുക, കോപ്പി ചെയ്യുക. കോപ്പി എന്നിട്ട് വിൻഡോസ് R അടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റ് ലോഞ്ചറിൽ പോയിട്ട് അതിൻ്റെ അകത്തുള്ള ജാവയ്ക്കകത്തുള്ള വെർഷനിൽ കയറിയിട്ട് അതിലൊരു ഫോൾഡറിൻ്റെ ഐക്കൺ കാണും, അത് നിൽക്കലും മതി. ഇപ്പോൾ വിൻഡോസ് ഇതാണെങ്കിൽ അപ്ഡേറ്റ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഇത് വരും, roaming.minecraft. ഇതിലായിരിക്കും എല്ലാം സേവ് ആവണത്. ഇതിൽ മോഡ്സിൽ ഇത് രണ്ടും കോപ്പി ചെയ്യുക. നമ്മൾ മറ്റേ ഒപ്റ്റി ഫാബ്രിക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ 1.19 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒപ്റ്റി ഫാബ്രിക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ ആ ഒപ്റ്റി ഫാബ്രിക്കും ഇതിൻ്റെ കൂടെ ഇടുക. അതായത് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 5 ഫയൽ വരും. അങ്ങനെയാണെങ്കിൽ ഫാബ്രിക് API, റീപ്ലൈ മോഡ്, ഒപ്റ്റി ഫാബ്രിക് ഇൻസ്റ്റാളർ, FFmpeg എക്സ്ട്രാക്ട് ചെയ്ത് സീലിടുക. ഫാബ്രിക് ഇൻസ്റ്റാളർ ഇൻസ്റ്റാൾ ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്ന 3 ഫയലാണ് ഫാബ്രിക് API, റീപ്ലൈ മോഡ്. ഇത് രണ്ടും നേരെ മോഡ്സിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. പരിപാടി കംപ്ലീറ്റ്. ഇനി നമുക്ക് ഒന്നും കൂടെ സി ഡിസ്കിൽ പോകണം. പ്രോഗ്രാം ഫയൽസ് FFmpeg bin. ഇതിൽ സോർട്ട് ബൈ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ FF പ്ലേ പ്രോ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് കാണും. ആപ്ലിക്കേഷൻസ് നോക്കിയാണ് ഇതിൽ FFmpeg എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുക്കുക. റൈറ്റ് ക്ലിക്ക്, ഷോ മോർ, പ്രോപ്പർട്ടീസ്. എന്നുവെച്ചാൽ ഇതിൽ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട സൈസിന് മുകളിലാണ്. ഇത് നിങ്ങൾ ഇത് മുതൽ, അതായത് സി മുതൽ ബിന്നിൻ്റെ എൻഡ് വരെ ഇതിങ്ങനെ ഫുൾ എടുക്കുക, ഒരു കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ക്യാൻസൽ. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും നോട്ട് പാഡോ എന്തേലും ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൽ നേരെ ഇത് കോപ്പി ചെയ്യുക. ഒരു മിനിറ്റ്. ഓക്കെ, ശരി, കോൾ വന്നു. ഇങ്ങനെ വരും. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ \FFmpeg ഇങ്ങനെ അടിക്കുക. ഇത് ടൈപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഫയലിൻ്റെ അതേ നെയിം ഇതിലൊക്കെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് നേരെ കട്ട് ചെയ്തങ്ങ് ക്ലോസ് ചെയ്യുക. ഇനി നേരെ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ലോഞ്ചർ ഓപ്പൺ ചെയ്യുക. ഇത് വരുമ്പോഴത്തേക്കും ഫാബ്രിക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അപ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാബ്രിക് ലോഡർ എന്ന് പറഞ്ഞൊരു സാധനം വരും. നിങ്ങൾ നേരെ ഇൻസ്റ്റലേഷനിൽ പോയി നോക്കുമ്പം ഇവിടെ ഫാബ്രിക് ലോഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ കാണിച്ചു വരുന്നതായിരിക്കും. അത് സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് പ്ലേ കൊടുക്കുക. എൻ്റെ ഈ അണ്ടർസ്റ്റാൻഡ് റിസ്ക് എല്ലാം ടിക്ക് ചെയ്ത് പ്ലേ ചെയ്യുക. ഇതിന് കുറച്ചൊരു ലോഡിങ് ടൈം ഉണ്ട്. അപ്പം പെട്ടെന്ന് ആവുമെന്നാണ് എൻ്റെ നിഗമനം.
ടൈം ലാപ്സിലേക്ക് പോകും. പിന്നെ നമ്മുടെ ഈ കട്ടാനയുടെ റിവ്യൂ വന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം, വന്ന് കാണും. ഇനി അധികം വൈകാതെ തന്നെ ഈ കൺട്രോളറിൻ്റെ റിവ്യൂ ഒക്കെ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും നിങ്ങൾക്ക്. കയറി ഉണ്ട് ഇവിടെ, ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ മൈൻക്രാഫ്റ്റ് ഫിലിംസിൻ്റെ താഴെ റീപ്ലൈ വ്യൂവർ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇങ്ങനെ നേരെ അതിൽ കയറുക. ഈ ഒരു സാധനം കണ്ടോ, സെറ്റിങ്സ്, അതിൽ കയറുക. എന്നിട്ട് എനേബിൾ വേറെ നോക്കട്ടെ, ഈ ഓട്ടോമാറ്റിക് ഭയങ്കര ലാഗ്, ഓട്ടോമാറ്റിക് റെക്കോർഡ് എന്ന സാധനം ഓഫ് ചെയ്യുക. ഓക്കെ, ക്യാൻസൽ ഒരു മിനിറ്റ്. ഭയങ്കര ലാഗ് ഭയങ്കര ലാഗ് നോക്കാം ഗൈസ്. വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും വലിയ ലാഗ് കാണൂലെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്കൊരു കാര്യം തൽക്കാലത്തേക്ക് ഇതെടുക്കാം. ഓക്കെ, നമ്മൾ റിസർച്ച് പ്രിപ്പയറിങ്, നമ്മൾ ഈ ഒരു വേൾഡിലേക്ക് കയറുന്നു. നമുക്ക് ടെസ്റ്റ് കാണിച്ചു തരാൻ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കയറിയല്ലോ, ക്രിയേറ്റീവ് വേൾഡാണ്. അപ്പം നമ്മൾ നേരെ ഇതിൽ കയറുന്നു, സ്റ്റാർട്ട് റെക്കോർഡിങ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി ഇങ്ങനെ പറന്നൊരു കറക്കം കറങ്ങി സ്ട്രെയിറ്റ് പോയി ഇങ്ങനെ പറന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ലേൺ ചെയ്യാം. ഇതാണ്ട് ഈ ഐസ്, പാക്ക്ഡ് ഐസ് എടുത്തിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡൊക്കെ പണിതു. നമ്മൾ കൂടുതൽ ബിൽഡ് പണിയുന്നതിനും ബിൽഡ് പൊട്ടിക്കുന്നതിനും വലിയ നമ്മൾ ഇങ്ങനെ ഒരു ടവർ എന്നങ്ങ് പണിതു. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി. നിങ്ങൾക്ക് മൾട്ടി കീ ഫ്രെയിം വെക്കണം എങ്ങനെ കാണിക്കാനെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, സ്റ്റോപ്പ് റെക്കോർഡിങ്, സേവ് ആൻഡ് ക്വിറ്റ്. ഇത്രയും കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സേവിങ് റീപ്ലേ എന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സേവിങ് എന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോൾ ശരി, ഇതെല്ലാം കാണിച്ച് സേവിങ് റീപ്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഡൺ. റീപ്ലേ വ്യൂവർ 42 സെക്കൻഡ്സ് എടുക്കുക. ഇങ്ങനെ ഇതിലിനി നമുക്ക് കർസർ എടുക്കണമെങ്കിൽ, ഇത് സാധാ സ്പെക്ടേറ്റർ മോഡലത്തെ സെറ്റപ്പാണ്. ഇങ്ങനെ കർസർ ഇല്ലാതെ WASD എല്ലാം. ഈ കർസർ എടുക്കണമെങ്കിൽ ടി അടിക്കുക. എന്നിട്ട് ഇത് മുകളിലത്തെ നമ്മുടെ ശരിക്കുള്ള ടൈം ലൈൻ, ഇത് നമ്മുടെ എഡിറ്റബിൾ ടൈം ലൈൻ. അതായത് ഇപ്പം ഞാൻ നോക്കിക്കോ, എനിക്കിപ്പം ഇത് കീ ഫ്രെയിം എന്ന് പറഞ്ഞ സാരി അടിക്കണം. അതായത് 2 കീ ഫ്രെയിം ഉണ്ട്, പൊസിഷൻ കീ ഫ്രെയിമും ടൈം കീ ഫ്രെയിമും. അതായത് ഇപ്പം മുകളിൽ കാണിച്ചേക്കണം സ്റ്റാർട്ടിങ് ടൈമിന് നമുക്ക് ക്യാമറ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ പൊസിഷൻ കീ ഫ്രെയിം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൈം കീ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇത് ഏത് ടൈമിലാണോ ഈ സ്ഥലത്ത് എത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ടൈം എവിടെയാണോ വരേണ്ടത്. അതിപ്പോൾ എഡിറ്റ് ചെയ്യണ വീഡിയോയിൽ 0 സ്റ്റാർട്ടിങ് ഇതിലാണ് വരേണ്ടത്. അപ്പം ഞാൻ ടൈം കീ ഫ്രെയിം എവിടെ കൊടുത്തു. അതിനൊരു കൊടുത്ത് കാര്യമില്ല. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് കാര്യം തീർക്കണം. എന്നിട്ട് ഇതൊന്ന് പ്ലേ ചെയ്യുക. ലാഗുണ്ട്, ഇങ്ങനെ പോയി. ഓക്കെ, പ്ലേ ചെയ്യണം. ഞാൻ അവിടെ വെച്ചങ്ങ് നിർത്തി. എന്നിട്ട് ഞാൻ ചെയ്തു എസ്കേപ്പ് അടിച്ചിട്ട് എസ്കേപ്പ് അടിച്ചിട്ട് ഞാൻ നേരെ പറന്ന് കർസർ പറഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വരെ നമുക്ക് പ്ലാൻ ചെയ്ത് വരണം. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 8ാമത്തെ സെക്കൻഡിൽ ഇവിടെ വരണം. നമ്മളെ ഈ ഇതിപ്പോൾ എത്ര ഇതിലിപ്പോൾ ഒരു 9ാമത്തെ സെക്കൻഡിലേക്ക് ഞാൻ ഇതിലൊരു 8ാമത്തെ ഒരു 9ാമത്തെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ ഒരു കീ ഫ്രെയിം അടിച്ചു. അതിന് പോയിട്ട് പറന്നു അവിടെ എത്തി. ഉറപ്പായിട്ട് അവിടെ എത്തിക്കണം. അതൊക്കെ ഞാൻ ചെയ്തു, നേരെ അടുത്ത് അടിച്ച് നേരെ കയറുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ട്രെയിലേഴ്സൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് കാണുന്ന രീതിയിൽ. ഇവിടെ ഒരു ക്യാമറ അതിന് പോട്ടെ. ഇവിടെ അതായത് ഇവിടെ ഇത് പണിയണ സമയം എവിടെയാണെന്ന് തോന്നണം. അപ്പോൾ മുകളിലോട്ട് പണിയുന്നത്. ഓക്കെ, സ്റ്റോപ്പ്. ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ ഈ ഒരു ടൈമിങ്ങിന് നമുക്ക് താഴെ വരണം. ഈ ഒരു സ്ഥലത്ത് എത്തിയാലേ നമുക്ക് കറക്റ്റ് ഒരു പാനിങ് എടുക്കാൻ പറ്റുള്ളൂ.
ഓക്കെ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇത് ഞാൻ നേരെ മുകളിലോട്ട് പോകുന്നു. ഓക്കെ, കറക്റ്റാണല്ലോ. ഇവിടെ വരുന്നു. ഓക്കെ, അണച്ചു. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഞാൻ 5 മണി ഈ ടൈം കീ ഫ്രെയിം അവിടെ നിന്ന് കളഞ്ഞു. ഈ പൊസിഷൻ കീ ഫ്രെയിമും കളഞ്ഞു, രണ്ടും കളഞ്ഞു. എന്നിട്ട് ഈ ടൈമിൽ ആ ടൈമിങ്ങിൽ നമ്മൾ ഇവിടെ എത്തണം. ഓക്കെ, അതായത് ഞാൻ ഇവിടെ എത്തും. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചാടാൻ പോവാണ്. ചാടി. ഓക്കെ, അയ്യോ. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കണതേ ഉള്ളൂ. ഇത് കണ്ട്, ഇതാണ് നമ്മുടെ ക്യാമറ മൂവ്മെൻറ്റ്സ് പോകണം. ഇങ്ങനെയാണ്, ഇങ്ങനെ പോയി ഞാൻ ഇവിടെ എത്തി. ഓക്കെ, സ്പീഡ് പോകാത്തത്. ഓക്കെ, ഇങ്ങനെ വന്നു. ഞാൻ ഇവിടെ ഒരു ടൈം കീ ഫ്രെയിം എല്ലാം അടിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് പ്രിവ്യൂ കാണാൻ പോയി. ലാഗ് ഭയങ്കര. അതെൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു കാര്യം പറയാനാണ്, ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും ചെയ്തു റെൻഡർ ചെയ്യാം. പക്ഷെ നമുക്കിതിപ്പോൾ റെൻഡറിങ്ങിൻ്റെ ടൈമിങ് അതൊക്കെ ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഈ ഇവിടെ സ്റ്റാർട്ടിലേക്ക് വയ്ക്കുക. എല്ലാം കഴിഞ്ഞിട്ട് പ്രിവ്യൂ കണ്ടിട്ട് ഇനി നിങ്ങൾ അത് ഇങ്ങനെ വെച്ചിട്ട് ലോഡാവ് അല്ല, ഇപ്പോൾ അവിടെ ഇല്ല സ്ഥലമല്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരിക, റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുക. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതടിക്കുക, F1 അടിക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ ഓപ്ഷൻസ് ഒന്നും കാണില്ല, കെർസർ എല്ലാം കാണില്ല. കാണാത്ത രീതിയിൽ പോകണണ്ട, സ്മൂത്തി പോകണണ്ട. കണ്ട, അപ്പോൾ ഇത്തന്നെ ലോഡാവാത്തതിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ നമുക്ക് എഡിറ്റിങ് പഠിച്ച് മാറും. ഗൈസ് വരുന്നുണ്ടോ ഇങ്ങനെ. ഓക്കെ, താഴെ പോയി അവിടെ നിന്ന് കർവേച്ചർ കൊടുത്ത് താഴെ പോയി അതിന് എൻ്റെ നേരെ താഴേക്ക് പോയി ഫോട്ടോക് മീഡിയ ഒരു ഇത് പറഞ്ഞുണ്ടോ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡറോ OBS ഷോർട്ട് പ്ലേ എന്തെങ്കിലും വെച്ചെടുക്കാം. പക്ഷെ ശരിക്കുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇത് കണ്ടോ, ഈ റെൻഡർ ക്യാമറ പാത്രം ഈ ഓപ്ഷൻ നിൽക്കുക, ഇതെല്ലാം വരും. അപ്പോൾ ഇവിടെ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണും. ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ്. അപ്പോൾ ചെക്ക് ചെയ്യുക, FFmpeg ഇവിടെ ഇത്രയും വരും. FFmpeg വരെ വരും, MPEG വരെ വരും. നമ്മൾ ടൈപ്പ് ചെയ്താണ് രണ്ടാമതും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം. .exe എന്ന് പറഞ്ഞ സാധനം, exe എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയലിൽ ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം എക്സിൽ ബിന്നിൽ ആ ഒരു FFmpegൻ്റെ അകത്ത് ffmpeg.exe എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സാധനം ഉണ്ട്. അങ്ങനെയാണ് വരേണ്ട രീതി വരിക. എന്നിട്ട് ഇത്രയും ചെയ്തോ നിങ്ങൾ. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫയൽ പേര് പിന്നെ എവിടെ ആഡ് ചെയ്യണം അതെല്ലാം നിങ്ങൾ ചെയ്യുക. കസ്റ്റം ഇതിപ്പോൾ നിങ്ങൾക്ക് MP4 മാറി MK വേണോ എന്ത് വേണോ ഇടാം, എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ റെൻഡറിങ് മെത്തേഡ്, പൊട്ടറ്റോ ക്വാളിറ്റി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. PNG സീക്വൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് റെൻഡർ കൊടുക്കുക. ഇത് റെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സമയം പിടിക്കും, കുറേ നേരം പിടിക്കും. അതാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ എക്സ്ബോക്സിൻ്റെ ഷാഡോ പ്ലേ റെക്കോർഡർ, എക്സ്ബോക്സിൻ്റെ ഓവർലേ റെക്കോർഡുണ്ട്, അതൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യും. പിന്നെ ചില സാധനമൊക്കെ ഇത് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ്, ക്വാളിറ്റി മാറ്റേഴ്സാണ്. മറ്റേ ഞാൻ ചെയ്യുമ്പം ഇതെടുത്തിട്ട് പ്രീമിയർ പ്രോയിൽ കയറിയിട്ട് അപ്സ്കെയിൽ ചെയ്യും. പ്രീമിയർ പ്രോ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, പ്രീമിയർ പ്രോൻ്റെ 2025 ലൈസൻസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയം കളയാനെക്കാട്ടിയും നേരെ ഷാഡോ ഇതെടുക്കുക, റെക്കോർഡ് എടുക്കുക. ഇപ്പോൾ OBS ആണെങ്കിലും മതി, OBS ആണെങ്കിലും എടുക്കുക, ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, നേരെ AI-ക്കകത്തിടുക. അത് പ്രീമിയർ പ്രോയിൽ ഇട്ടിട്ട് അപ്സ്കെയിൽ ചെയ്ത് ചെയ്തെടുക്കുക. എഡിറ്റിങ്ങിലൂടെ ഇപ്പോൾ നിങ്ങൾ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എപ്പിസോഡ് ഇങ്ങനെ എഡിറ്റിംഗ് കൊടുത്തു എല്ലാ സീക്വൻസ് എപ്പിസോഡിൽ അന്ന് ചെയ്ത എല്ലാം ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഇത് വരേണ്ട എവിടെയാണോ അല്ലെങ്കിൽ ഈ സീക്വൻസ് വരേണ്ട എവിടെയാണോ അവിടെ ഇടുക.
അതിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ ഇത് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ വേറൊരു ഇത് തുടങ്ങി അപ്സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ചാൽ അപ്സ്കെയിൽ ചെയ്യാം. അങ്ങനെ അപ്സ്കെയിൽ ചെയ്തങ്ങ് വിടുക, അത്രേ ഉള്ളൂ. അതാണ് ഈ എളുപ്പപ്പണി. പിന്നെ പ്രീമിയർ പ്രോ നല്ല ഫിലിമോറലൊക്കെയാണ്. ഞാൻ ഇപ്പോൾ ഫിലിമോറലാണ് എഡിറ്റ് ചെയ്യണത് കുറേയൊക്കെ, ഈ ഷോർട്സ് ഇതിൻ്റെയൊക്കെ, അതായത് നമ്മുടെ വ്ളോഗിൻ്റെയൊക്കെ എഡിറ്റ് ഇപ്പോൾ ഫിലിമോറലാണ് ചെയ്യണം. കാരണം എൻ്റെ പ്രീമിയർ പ്രോയുടെ ഇത് ലൈസൻസ് തീർന്നു. 2 കുറച്ച് പാടാണിപ്പോൾ. ഞാൻ ഈ ചെയ്യുന്ന വിഡ്ജസും അതൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പ്രീമിയർ പ്രോ ഒക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ നല്ല പാടാണ് നമ്മൾ, പക്ഷെ പഠിച്ചെടുത്താൽ സൂപ്പറാണ്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, കാര്യം ടോപ്പ് സാധനമാണ് ഇത്. വളരെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ മൂവി എഡിറ്റിംഗ് ലെവലിലൊക്കെ ഉള്ള ഒരു എഡിറ്ററാണ്, അറിയാമല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഇതിങ്ങനെ വരുന്നു. അതാ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ വരും ചോദിച്ചാൽ നമുക്ക് മാറ്റാം. എന്നാലും ഞാൻ ചെയ്യണം, ഞാനല്ലേ ക്ലോസ് ചെയ്തു. ഇതാ ഇതിൽ പിൻ ഫയൽ, എനിക്ക് പിൻ ഫയൽ ഏതെങ്കിലും എടുക്കുക. വിൻഡോസ് ആർ ആപ്പ് ഡേറ്റ റോമിങ് മൈൻക്രാഫ്റ്റ്. ഇതിപ്പോൾ വന്നതാണ് ഇവിടെ റീപ്ലേ റെക്കോർഡിങ് അല്ലെങ്കിൽ റീപ്ലേ വീഡിയോ എന്ന് പറയുന്നത് ഔട്ടും, റെക്കോർഡിങ് നമ്മുടെ സേവ് ഫയൽസാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ സിസ്റ്റം മാറുകയാണെങ്കിൽ നിങ്ങളത് ഈ ഒരു ഫയലും വേണ്ട ഇതുണ്ട്, റോ എന്ന് പറഞ്ഞ സാധനം റെക്കോർഡിങ്, ഇത്രയും ഈ 3 കോപ്പി ചെയ്യുക. ഈ TMP എന്ന് പറഞ്ഞാൽ ഈ സാധനം ഡൗൺലോഡ് ചെയ്യേണ്ട, കാര്യം ജസ്റ്റ് ടെമ്പ് ഫയലാണ്. അത് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അധികം വന്നോളും. ഇത് ഇത്രയും കോപ്പി ചെയ്യുക, നിങ്ങൾ പെൻഡ്രൈവിൽ വെക്കുക, പുതിയ സിസ്റ്റത്തിൽ പോവുക, അതിലോട്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇതിലിപ്പോൾ ക്യാമറ ആംഗിൾ എല്ലാം സേവ് ചെയ്തിട്ടിട്ട് ക്ലോസ് ചെയ്ത് റെൻഡർ ചെയ്തില്ല നിങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പറ്റി മൈൻക്രാഫ്റ്റിൽ അടിച്ച് വയ്ക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ ഇതിലും കോപ്പി ചെയ്യുക, അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിൽ ഇതേ ക്യാമറ ആംഗിൾ എല്ലാം വരും. നിങ്ങൾ അതിൽ ഓപ്പൺ ചെയ്യുക, റെൻഡർ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഇങ്ങനെ ഇപ്പോൾ ഷെയ്ഡിൻ്റെ വ്യത്യാസം, മോഡിൻ്റെ വ്യത്യാസമൊക്കെ അങ്ങനെ പറയുന്നത് വരും, അതൊക്കെ ഓക്കെ അടിച്ച് വിടുക, റെൻഡർ ചെയ്യുക. പ്രോബ്ലം സോൾവ്. അത്രേ ഉള്ളൂ, പ്രോബ്ലം സോൾവ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് മര്യാദയ്ക്ക് ലാഗില്ലാതെ കാണിച്ചു തരാം. ഓക്കെ ദോ പോണു ഞാൻ. ആദ്യം അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ റീപ്ലേ മോഡൊക്കെ ഭയങ്കര പാടായിരിക്കും, സ്കീപ്പ് ഫ്രെയിമൊക്കെ. പക്ഷേ ഏറ്റവും നല്ല എളുപ്പമാണ് ഈ സിനിമാറ്റിക്സ്, GTA സിനിമാറ്റിക്സ്, അങ്ങനെ കുറേ ഗെയിം സിനിമാറ്റിക്സ് ഒക്കെ വെച്ചോമ്പോൾ മൈൻക്രാഫ്റ്റ് സിനിമാറ്റിക്സ് ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ഇത് ചെയ്തെടുത്താൽ മതി. ഈ ട്രെയിലറൊക്കെ ചെയ്യണം നമ്മൾ ഇതേപോലെ സെയിം സാധനമാണ്. നമ്മൾ ട്രെയിലറിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സർവർ ട്രെയിലറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സെയിം സാധനമാണ്. ഈ മൈൻക്രാഫ്റ്റിൻ്റെ അത് ഈ ക്യാരക്ടർ വയ്ക്കുന്നു, നമ്മളത് കാണിച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ ഇൻവിസിബിൾ മോഡ് വല്ലതും അല്ല ക്രിയേറ്റീവ് ആയിക്കാൻ നമുക്കതിൽ സെറ്റിങ്സ് വരെ മാറ്റാനൊക്കെ പറ്റും. കേസ് ഇൻവിസിബിളായിട്ട് സർവറിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടൊരു സൈഡിൽ പോയിരിക്കുന്നു. നമ്മൾ എത്ര റെൻഡർ ഡിസ്റ്റൻസിനനുസരിച്ച്, അതായത് നമുക്ക് ഏതൊക്കെ സീക്വൻസ് നമുക്ക് വീഡിയോയിൽ വേണോ ആ എല്ലാ സാധനം നമ്മുടെ ഇതിൽ റെൻഡർ ആകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരിടത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ റെക്കോർഡിങ് കൊടുക്കുന്നു, റെക്കോർഡാവുന്നു. ഒരു നമ്മൾക്ക് എത്ര മിനിറ്റ് വീഡിയോ ആണോ, ഇപ്പം 1 മിനിറ്റത്തെ ട്രെയിലറാണെങ്കിൽ നമ്മളൊരു 3 മിനിറ്റൊക്കെ റെക്കോർഡ് ചെയ്യും, വെറുതെ വെച്ചുകൊണ്ടിരിക്കും. അവിടെ തന്നെ ഇങ്ങനെ റെക്കോർഡിങ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് അതിന് അത് ഇത് ചെയ്യുക, എഡിറ്റിംഗ് വേണ്ടിയിട്ട് ഈ ക്യാമറ ഇപ്പം നമ്മൾ ഈ പ്ലെയറിനെ ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ പ്ലെയറിനെ ഫോക്കസ് ചെയ്ത് വെക്കണമെന്നൊരു നിർബന്ധവും ഇല്ല, നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ ചില സാധനങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലെൻഡറിലെന്ന് പറഞ്ഞ സാധനം, അതും ബ്ലെൻഡറിൽ ഇടണത് ഇത് വെച്ച് തന്നെ. ഈ സാധനം എടുക്കുന്നു ബ്ലെൻഡറിൻ്റെ അകത്ത് ഇടുന്നു, അതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് കിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അതും ചിലത് മാത്രം, അതിനും ഈ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലത്തെ ഗൈഡ്സ് ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അതുവരെയും ബൈ ബൈ ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.